ഇവിടെ ലീക്ക് പ്രൂഫിംഗ് ആണ്. ഞങ്ങൾ പല വർഷങ്ങളിൽ ലീക്ക് പ്രൂഫ് ചെയ്തിട്ടും 100% സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ഇപ്പോഴും ലീക്ക് ഉണ്ട് വീടിന്. സോ ഇന്ന് മുതൽ ഇന്ന് ക്ലീനിങ് ആയിരുന്നു. മൊത്തം ഏരിയ ക്ലീൻ ചെയ്തു. നാളെ സിമെൻറ്റിൻ്റെ എന്തോ ഒരു ഗ്രൗട്ട് ഒരു 2 കൂട്ട് നാളെ മറ്റന്നാളും അടിച്ചിട്ട് പിന്നെ ഡോക്ടർ ഫിക്സിറ്റ് അടിക്കുമെന്നാണ് പറഞ്ഞത്. കണ്ടോ, ഇത് നല്ല രസമല്ലേ ഈ ആപ്പിൾ റുമാനിയുടെ മുകളിൽ ഞങ്ങളുടെ ബൊഗൈൻവില്ല. പക്ഷെ സായിദ് ഇതൊക്കെ വെട്ടുമെന്ന് പറയുന്നത്. സായിദിൻ്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ല, അതാണ് സായിദ് എല്ലാം വെട്ടും. സായിദിൻ്റെ അടുത്ത് അതുകൊണ്ട് തന്നെ ഞാൻ ഇമോഷണലി ഈ ചെടികളുടെ അടുത്തൊന്നും അറ്റാച്ച്മെൻറ്റ് വെക്കാറില്ല. കാരണം ചിലപ്പോൾ ഞാൻ വരുമ്പോൾ ഉണ്ടാവും സായിദ് ഇത് ഫുള്ള് വെട്ടിയിട്ട്, അപ്പോൾ പിന്നെ ഞാൻ സായിദ് കൂടി മൂപ്പൻ അടി ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ചെടികളുമായിട്ട് അറ്റാച്ച്മെൻറ്റൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഭൂമിയിൽ സമാധാനമാണല്ലോ ഏറ്റവും വലുത്. പിന്നെ എന്താ ഈ ചെടിയൊക്കെ വെട്ടിയാലും പിന്നെയും വളരും. പിന്നെ എന്താ വെച്ചാൽ ചെടിമേൽ കൂടെ പാമ്പ് പുളിയറമ്പ് ഒക്കെ അങ്ങോട്ട് വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് അതൊക്കെ വെട്ടുന്നതാണ്. കണ്ടോ ടെറസ്, അതിൻ്റെ മുകളിലും ലീക്ക് പ്രൂഫ് ചെയ്യുന്നുണ്ട്, അപ്പുറത്തെ സൈഡിൽ ലീക്ക് പ്രൂഫ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഇമാനി പസന്ത്. കണ്ടോ പൂക്കൾ. മുഗൾ ചക്രവർത്തിമാരുടെ ഏറ്റവും ഫേവറേറ്റ് മാങ്കോ ആയിരുന്നു ഇമാനി പസന്ത്. മുതലാളി, ഇന്ന് ആരോ എന്നെ വിളിച്ച്, മധു എന്ന് പറയുന്നൊരു ചേട്ടൻ വനിതാ ദിനമായിട്ട് ആശംസകൾ പറയാനാണ് വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഹസ്ബൻഡ് ഭയങ്കര പുളിയാണ്, തേങ്ങയാണ്, മായയാണെന്ന്. അല്ല ചോദിക്കട്ടെ, വാലന്റൈൻസ് ഡേ ആയിട്ടെന്നാണ് പറയണത്. ഇവിടെ വാ, കം ഹിയർ. വനിതാ ദിനമായിട്ട് വാക്കെന്താ പറയാനുള്ളത്? ലോകത്തിലെ ഏറ്റവും മികച്ച വനിതകളുടെ അവാർഡ്. എന്താ മികച്ച വനിത അല്ലെങ്കിൽ വാക്ക് എൻ്റെ ഒരു തുടക്കം, എൻ്റെ ഏറ്റവും അപജയം സംഭവിച്ച കാലഘട്ടത്തിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എന്നെ തള്ളി പറയാത്ത ഒരേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ വാക്കെന്താ പറയാനുള്ളത്? എൻ്റെ ശക്തിയും സൗന്ദര്യവും താങ്കളാണ്. അങ്ങനെ പറഞ്ഞ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. അല്ല, വാട്ട് യു തിങ്ക്, ലൈക്ക് ഞാനിങ്ങനെ വീണ്ടും പഠിക്കാൻ പോകുന്നു, ഇങ്ങനൊരു ഡിഫറെൻറ്റ് മേഖലയിൽ എത്തിപ്പെടുന്നു വാ വിചാരിച്ചിരുന്നു. വന്നുകൊണ്ട് നോക്കി വാ ആകെ ക്യാമറ ഓണാകെ മാത്രം ആകെ എന്നാ വാ ചോദിക്കട്ടെ, വാനോട് കാര്യം ചോദിക്കട്ടെ. ഇന്നലെ കുടിച്ച ബിയറിനെ പറ്റി 2 വാക്ക്. അല്ല, നമ്മളൊരു ലഡാക്ക് റൈഡ് പോകുന്നതിനെ പറ്റി വാൻ്റെ അഭിപ്രായം എന്താ? ഈ വർഷം നമ്മുടെ ട്രിപ്പ് എങ്ങോട്ടോ? വൈക്ക് ഹിമാലയം വാങ്ങിച്ചിട്ടൊരു അല്ല, നമുക്ക് സ്പിറ്റി വാലി പോയല്ലോ പ്രാവശ്യം. നമ്മൾ ലഡാക്ക് യാത്രയെ കുറിച്ച് വാക്ക് 2 വാക്ക് പറയാൻ പറ്റുമോ? നമ്മൾ രണ്ടുപേരും അല്ല, നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ചെയ്ത് മടങ്ങി വന്നില്ലേ? അതായിരുന്നോ അതോ നമ്മൾ ടീമിൻ്റെ കൂടെ ലഡാക്ക് പോയതാണോ വാക്ക് ഒരു അവസ്മരണീയം തോന്നിയത്? കാഴ്ച കൊണ്ട് ലഡാക്ക് തന്നെയാണ് അടിപൊളി. എക്സ്പീരിയൻസ് നമ്മൾ രണ്ടുപേരും പോയി തന്നെ. അടിയുണ്ടാക്കുന്നു, വണ്ടിയിൽ കയറുന്നു, അങ്ങനെ ഒരു അടിയൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ എവിടെയോ ഒരു സ്ഥലത്ത് ഒരു ആപ്പിൾ ഒരു ഗുവ ലസ്സിയോ അങ്ങനെ എന്തോ ഒരു സാധനം വാങ്ങിച്ചു, ഒരു ഗ്ലാസ്. എന്നിട്ട് വാവ എൻ്റെ അടുത്ത് പിടിക്കാൻ ഏൽപ്പിച്ചിട്ട് മൂത്രം ഒഴിക്കാനായിട്ട് പോയി വന്നപ്പോഴേക്കും ഞാനത് ഫുള്ള് കുടിച്ചു. അത് ഫുള്ള് കുടിച്ച് വാവ എന്നോട് നല്ല കച്ചറ ഉണ്ടാക്കി. വെയിറ്റ് ചെയ്യാതെ കുടിച്ചു. അത് വാങ്ങിയാൽ പോരെ, ഒരു ഗ്ലാസും കൂടി 50 രൂപ ഉണ്ടാവും അതിനാകെ. അത് ഫുൾ കുടിച്ചോ, എനിക്ക് തന്നില്ല. ഒരു സമയത്ത് ഞാൻ ഓർമ്മ ഉണ്ടാക്കും, പൈസയൊക്കെ പൈസ പിടിച്ചോറടി ഞാൻ പോയത്. വാ ഓർമ്മല്ല, ഞാൻ ഇപ്പം തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിന് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ നോക്കി ഞാൻ എത്ര പ്രാവശ്യം അങ്ങനെ ചെയ്തത്. നമ്മുടെ ഓർമ്മകളല്ലേ. പക്ഷെ ആ ലഡാക്ക് നമ്മൾ ഒരുമിച്ച് ഒരു ഓൾ ഇന്ത്യ റൈഡ് പോയത് കൊണ്ടാണ് നമ്മൾ തമ്മിലുള്ള കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി നല്ല കപ്പിൾസ് ആയത്, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു മാച്ചായത് അല്ലേ ആ ലഡാക്ക് റൈഡിൻ്റെ ഒരു ദുർഘടം. പിന്നെ എനിക്ക് ആകെ ഒരു സമാധാനം ഉണ്ടായിരുന്നു, നമ്മളെന്തായാലും
അവൻ്റെ കൂടെ റൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒരിക്കലും അപകടം പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നല്ലോണം ഉണ്ടായിരുന്നു. ഒരു വിക്കലും കൂടെ കഴിഞ്ഞാൽ ആ കോൺഫിഡൻസ് തീരുമാക്കി. അല്ല പിന്നെ ഒരു ഓർമ്മ ഉണ്ടോ, നമ്മൾ ശ്രീനഗറിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റായിട്ട് വരുമ്പോൾ ഒരു പശു ഓടിയത്? ഓ, ഞാൻ അങ്ങനെ എൻ്റെ ലൈഫിലില്ലല്ലോ, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ഞാനിങ്ങനെ കാണുകയാണ്, എൻ്റെ കാലൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് തകിടം മറിഞ്ഞ് ഞാനിങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആവും. എന്ത് വരവാ വന്നത് ആ പശു. പക്ഷെ വാവാ ദാറ്റ് ഐ റിയലി, കാരണം അത്രയും കൺട്രോളിൽ ആ വണ്ടി ഇങ്ങോട്ട് വെട്ടിച്ച. അപ്പുറത്താണെങ്കിൽ പുഴ അല്ലേ, ഇപ്പുറത്തെ പശു. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വന്ന് ആ ബാക്കത്തെ വണ്ടിക്കാരൊക്കെ ഞെട്ടിണ്ടാവും. അല്ലൊരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലോ, വീഡിയോ വൈറലായിട്ടുണ്ടാവും. പക്ഷെ അന്ന് വാവ ആ ഒരു എന്താ പറയുക, ആ കൺസിസ്റ്റൻസി, ആ മനസ്സാന്നിധ്യത്തോടെ വണ്ടി എടുത്തത് ഐ റിയലി അപ്രീഷിയേറ്റ്. എനിക്ക് എൻ്റെ ഉപ്പൻ്റെ കൂടെ പോലും വണ്ടിയിലിരിക്കുമ്പോൾ അത്രയും ധൈര്യം തോന്നില്ല. ഓലേ നിൽക്കണോ?